ഹലോ. അപ്പോൾ നമ്മൾ ട്രിപ്പിലാണ്. അപ്പോൾ മൂന്നാർ വട്ടവടയാണ്. അപ്പോൾ എന്തിനാ പോകുന്നത് എന്നൊക്കെയുള്ള ഈ ട്രിപ്പിനകത്ത് തന്നെ ഉണ്ട്. ഒരു സ്പെഷ്യൽ ഡേ ആണ്. അപ്പോൾ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ നമ്മൾ മൂന്നാർ ഇത്തിരി നേരം സ്പെൻഡ് ചെയ്ത് ഒന്ന് എൻജോയ് ചെയ്തിട്ട് വേണം നമുക്ക് വട്ടവടയിൽ പോകാൻ. അത്യാവശ്യം നല്ല ക്ലൈമറ്റ് ആട്ടോ. അങ്ങനെ വട്ടവടയിൽ പോകുമ്പോൾ തന്നെ നമുക്കൊരു ഫീലാട്ടോ. അടിപൊളിയായിരുന്നു. എനിക്കിഷ്ടമായി വട്ടവട. അങ്ങനെ നമ്മൾ റിസോർട്ടിൽ കയറി. നമ്മൾ സോൾ ഓഫ് വട്ടവടയാണ് എടുത്തിട്ടുണ്ടായത്. നല്ല അടിപൊളി റിസോർട്ടായിരുന്നു, രക്ഷയില്ല കേട്ടോ. അത്യാവശ്യം നമുക്ക് സ്പേഷ്യസ് ആണ്, എന്നാൽ കൂളായിട്ടിരിക്കുക, നല്ല വൈബൊക്കെ എൻജോയ് ചെയ്ത് നമുക്ക് പ്രൈവസി ഒക്കെ കിട്ടുന്ന ഒരു സ്ഥലമായിരുന്നു ഇതാട്ടോ. റൂം അത്യാവശ്യം കുറേ പേർക്കൊക്കെ വന്നു കഴിഞ്ഞാൽ കിടക്കാനും ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ കാണുന്ന മഡ് ഹൗസ് ആട്ടോ, നല്ല അടിപൊളി, നമുക്ക് ആ ഫീൽ അങ്ങ് കിട്ടും. അത് കഴിഞ്ഞ് നേരെ ടൗണിലോട്ട് വട്ടവട. അപ്പോൾ ഫ്രീ സ്ട്രോബെറി പടം, പിന്നെ ഇച്ചിരി ഫ്ലവറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്, നമുക്ക് മേടിക്കാം. പിന്നെ അതിൻ്റെ മേളിൽ ഐ ലവ് വട്ടവട എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു സംഗതിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. രാത്രിയൊക്കെ കാണാൻ നല്ല അടിപൊളി കേട്ടോ. നമ്മളൊക്കെ അവിടെ കയറി ഇരുന്നിട്ട് നല്ല എൻജോയ് ചെയ്തിട്ടൊക്കെ ഉണ്ട്. പിന്നെ സ്ട്രോബെറി അപ്പോൾ ചേച്ചി കളക്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ എനിക്ക് പാക്ക് ചെയ്ത് തരുന്നതും പിന്നെ ജാമിനെ കുറിച്ച് പറയുന്നു. പിന്നെ അവരുണ്ടാക്കുന്ന വൈന, ഇതൊക്കെ അവർ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ടേസ്റ്റ് ചെയ്യാനൊക്കെ തരുന്നുണ്ട്, എല്ലാവർക്കും തരുന്നുണ്ട്. എന്നിട്ട് മതി മേടിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ടേസ്റ്റ് ചെയ്തു. അപ്പോൾ കുറേ പിള്ളേർ വന്ന് അവരും മേടിച്ചു. നേരെ നമ്മൾ ഹണി മ്യൂസിയം, അതിൻ്റെ നേരെ മുമ്പിൽ ഹണി മ്യൂസിയം ഉണ്ട്. ഈ ചേച്ചി കുറേ പറഞ്ഞു തന്നിട്ടുണ്ട്, ഈ ഹണീസ് എന്താ അവിടെ ചെയ്യുന്നത്, പിന്നെ എങ്ങനെയാണ് അവർ കൂട് സെറ്റ് ചെയ്യുന്നത് ഒക്കെ പറഞ്ഞു. പക്ഷെ നമുക്കങ്ങനെ കേട്ട് നിൽക്കാനുള്ള ഒരു ഇതില്ലാത്തതുകൊണ്ട് നമ്മൾ ഇച്ചിരി നേരമൊക്കെ കേട്ട് നിന്നു. പിന്നെ ഒരു വീഡിയോ സെക്ഷൻ ആയിരുന്നു, നമ്മൾ സിനിമ പോലെ. അങ്ങനെ അതൊക്കെ കണ്ടു. അവിടെ ഇച്ചിരി പർച്ചേസ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ, അതൊക്കെ നല്ല എക്സ്പെൻസീവാണ് എന്നാൽ രസമാണ്. അപ്പോൾ ക്യാമ്പ് ഫയർ, നമ്മൾ റൂമിലെത്തി ക്യാമ്പ് ഫയറൊക്കെ സെറ്റ് ചെയ്തതാണ് ആ നൈറ്റ്, ആ ഒരു ബ്യൂട്ടി നല്ല സെറ്റാട്ടോ. പിന്നെ ക്യാമ്പ് ഫയറിൽ കുറച്ച് നേരം എൻജോയ് ചെയ്തു. രാത്രിയാകുമ്പോൾ നല്ല തണുപ്പുണ്ട് കേട്ടോ. രാവിലെയും നല്ല തണുപ്പായിട്ട് എനിക്ക് തോന്നി. അപ്പം ഞാൻ പറഞ്ഞില്ലേ എന്തിനാ വന്നേ, ഫസ്റ്റ് വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്, അപ്പോൾ അത് എൻജോയ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ കേക്കൊക്കെ കട്ട് ചെയ്തു, രണ്ടുപേരും കൊടുത്തു. അങ്ങനെ മോർണിംഗ് നേരെ വട്ടവട ടൗണിലോട്ട്. അപ്പോൾ നമ്മൾ ജീപ്പ് ട്രക്കിങ്ങിനുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ജീപ്പ് വന്നു. നമ്മൾ പകുതി വരെ നിന്നിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് നടന്നു പോകണം. അപ്പോൾ ആ കയറുന്നതാണ്. ഫുഡൊക്കെ നമ്മൾ പാക്ക് ചെയ്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ എനിക്ക് തോന്നുന്നു ഒരു 5 മണിക്കൂർ 6 മണിക്കൂർ നമ്മൾ ട്രക്കിങ് തന്നെ ചെയ്തു. അത്രയും എനിക്ക് കുറച്ച് ലോങ് ആയിട്ട് തോന്നി, രാവിലെ കയറിയതല്ലേ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. പക്ഷെ അവിടെ എത്തിയ ആ ഒരു സ്ഥലം നമുക്ക് മറക്കാൻ പറ്റാത്തൊരു സ്ഥലമാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ട്രക്കിങ് കഴിഞ്ഞു, ആ സ്പേസ് എത്തി. നമുക്ക് ഈ ട്രക്കിങ് ഒക്കെ കഴിഞ്ഞെത്തി അവിടെ എത്തുമ്പോഴുള്ള ബ്യൂട്ടി ഇല്ലേ, അത് കാണുമ്പോൾ നമ്മൾ ഇത്രയും കയറി വന്നതിനൊരു ഇതുണ്ടായി എന്ന് തോന്നി. അടിപൊളി സ്ഥലമായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നമ്മൾ കുറേ നേരം അവിടെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞു എൻജോയ് ചെയ്ത് തിരിച്ച് നടന്നു. അങ്ങനെ തിരിച്ച് നമ്മൾ റൂമിലോട്ട് പോയി. അപ്പോൾ അവിടെ എത്തിയപ്പോഴേക്കും ഗസ്റ്റൊക്കെ ഇറങ്ങാൻ നിൽക്കുമായിരുന്നു. ഒരു 40 പേര് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെയൊക്കെ പരിചയപ്പെട്ടു. തിരിച്ച് വീട്ടിലോട്ട്. അപ്പോൾ ടാറ്റാ.